അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇത്തവണ നമുക്ക് ഓണം ഉണ്ട്, കൊറോണ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ കൊറോണമാണ് ആഘോഷിച്ചത്. എന്നാലും എല്ലാവരും ഹാപ്പി ആയിട്ട് ഓണം ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഹാക്സ് അല്ല, ഇന്ന് നമ്മുടെ സ്ലൈം ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്ലൈമാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ സ്ലൈം വീഡിയോ കണ്ടിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എന്നെ വീട്ടിൽ സ്ലൈം ഉണ്ടാക്കി വിടുന്നു, ശരിയാവണില്ല, പശിയൊക്കെ കുറെ പോയി, കുറെ ഇളക്കി കൈയൊക്കെ വേദനയായി, എന്നിട്ടും സ്ലൈം ശരിയായില്ല എന്ന്. അപ്പൊ നമ്മള് തീരുമാനിച്ചതാണ് എന്തായാലും സ്ലൈം നമുക്ക് ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോൾ നമ്മളിതൊരു ടോയ് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ടോയ് ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല, നമുക്ക് പ്രൊമോഷനൊന്നും നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. പിന്നെ എന്താണ്, നമ്മളിതൊരു അൺബോക്സിങ് കൂടിയായിട്ട് നമ്മൾ ചെയ്യണത്. പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അത് നമ്മുടെ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെന്താണ്, നമ്മുടെ സന്തോഷ വാർത്ത പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്താ പറയാ, നിങ്ങളുടെയൊക്കെ കട്ട സപ്പോർട്ട് എപ്പോഴും തുടർന്നും ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, നമ്മൾക്ക് കുറെ പിക്സ് ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചേർത്തിട്ട് നമ്മളൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇനിയും പിക്സ് അയക്കാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹാക്സ് ചെയ്തതും അങ്ങനെയുള്ള പിക്സ് ഒക്കെ നിങ്ങൾ എനിക്ക് സെൻഡ് ചെയ്ത് തരാം, മറക്കണ്ട. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID. പിന്നെ എന്താണ്, നമുക്ക് കുറെ പേര് മെസ്സേജസ് അയക്കുന്നുണ്ട്. അപ്പൊ അതിന് ഒക്കെ നമ്മൾ ആ ഹാക്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെന്താ, അപ്പൊ നമുക്ക് ഇനി അധിക സമയം കളയേണ്ട, വേഗം നമ്മുടെ സ്ലൈം മേക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. പിന്നെ നമ്മൾ പുതിയൊരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇത് നമ്മൾ ഒരുമിച്ച് പറയാം ഒരു വട്ടം കൂടി, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്ലൈം ഉണ്ടാക്കാൻ പോണ കിറ്റ്. അപ്പൊ ഇതിന് സ്ലൈം ലാബ് എന്നാണ് ഒരു പേര് കൊടുത്തേക്കണത്. പിന്നെ ഇതിൽ നമുക്ക് അത്യാവശ്യമുള്ള പാത്രങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. ഇനി നമ്മളിത് തുറക്കാൻ പോവാണ്. അപ്പൊ ആദ്യം ഇതിന്റെ നമുക്ക് കവറ് പൊട്ടിക്കാം. അതിനുശേഷം നമ്മളിത് തുറക്കാൻ പോവാണ്. വളരെ കഷ്ടപ്പാടാണ് കേട്ടോ, അത് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഞാൻ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് തുറക്കാന്നുള്ളൂ, എന്നാലും കുറച്ച് കഷ്ടപ്പെട്ട് തുറക്കാൻ. അങ്ങനെ നമ്മൾ അവസാനം ഇത് വിജയകരമായി തുറക്കാൻ പോവാണ്. റെഡി, 1 2 3. അപ്പൊ നമ്മുടെ സ്ലൈം ലാബിന്റെ ഉള്ളില് ഇതാണ് ആ ഒരു മാനുവൽ അവർ തന്നേക്കണത്. അപ്പൊ ഇതില് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും ഞാൻ വിചാരിച്ചു, പക്ഷെ ഒന്നുമില്ല. അപ്പൊ ഇനി അടുത്ത 2 ബൗളുകളാണ്. ആ 2 വലിയ ബൗളുണ്ട്, അത് മിക്സിംഗ് ബൗൾസ് ആണ്. ഇത് നമുക്കത് എടുത്തു വെക്കാനുള്ള 2 കണ്ടെയ്നേഴ്സ് ആണ്. ഇതാണ് ബീക്കർ, അത് മെഷറിംഗ് ബീക്കറാണ്. പിന്നെ അടുത്തത് ഇതാണ് നമ്മുടെ സ്ലൈം ആക്ടിവേറ്റർ, അത് നമ്മുടെ ബൊറാക്സ് ആണ് കേട്ടോ സംഭവം. പിന്നെ ഇതാണ് നമുക്ക് അതിൽ കുറച്ച് പോപ്സിക്കിൾ കണ്ടില്ലേ, പോപ്സിക്കിൾ സ്റ്റിക്സ് ആണ്. പിന്നെ ഇത് ഗ്ലൂ ആണ്, സ്ലൈം ക്ലിയർ ഗ്ലൂ ആണ്. പിന്നെന്താ സംഭവം, ഇതാണ് പിപ്പറ്റ് എന്ന് പറയും, പണ്ട് നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് കളേഴ്സ്, 3 കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അത് ഒരു സ്പാച്ചുല ആയിട്ടാണ് അവർ പറഞ്ഞേക്കുന്നത്, സ്പൂണാണ്. ഈ ഐസ്ക്രീം സ്റ്റിക്ക് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബൊറാക്സ് സൊല്യൂഷൻ ഉണ്ടാക്കലാണ്, എന്ന് വെച്ചാൽ നമ്മുടെ സ്ലൈം ആക്ടിവേറ്റർ. അപ്പോൾ ഒരു 100 ml നല്ല വാം വാട്ടറാണ്, ചൂടാക്കിയ വെള്ളം. അത് നമ്മൾ ഈ മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ മെഷറിംഗ് ബീക്കർ വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്തെടുത്തത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ബൊറാക്സ് പൗഡറാണ് ആഡ് ചെയ്യണത്, എന്ന് വെച്ചാൽ നമ്മുടെ സ്ലൈം ആക്ടിവേറ്റർ. അപ്പോൾ ഇതൊരു 2 grams ആണ് പറഞ്ഞേക്കണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സ്പാച്ചുലയില്ലേ, ഈ ഒരു സ്പൂണിൽ ഫുള്ളായിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ എടുക്കണ പോലെ ഞാൻ കുറച്ച് പ്രൊഫഷണലായിട്ട് എടുത്തിട്ടുണ്ട്, ഒരു വീഡിയോന് വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റ് ആയിക്കോട്ടെ എനിക്ക്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും കറക്റ്റായിട്ട് എടുക്കാം. അത് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ അത് ഫാസ്റ്റായിട്ടൊരു 30 seconds മിക്സ് ചെയ്യാനാണ് അവർ പറയണത്. അതിനുശേഷം ഇതൊരു 30 minute എന്താ പറയുക, റൂം ടെമ്പറേച്ചറിൽ വരാൻ വേണ്ടിയിട്ട്, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. തൊടരുത് എന്നാണ് കേട്ടോ പ്രത്യേകം പറഞ്ഞേക്കണത്, അൺടച്ച്ഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനുശേഷം നമ്മൾ ഗ്ലൂ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബീക്കറിലേക്ക് നമ്മൾ ഒരു 10 ml ഗ്ലൂ ആണ് ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ 10 ml ഗ്ലൂയിലേക്ക് നമ്മൾ ഒരു 20 ml സാധാരണ ടാപ്പ് വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ആ വുഡൻ സ്റ്റിക്ക് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 30 seconds നല്ല ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്യാനാണ് പറയുന്നത്. അതിനുശേഷം ഇത് ഒരു മിക്സിംഗ് ബൗൾ ബാക്കിയുണ്ട്, അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 30 minute ഇത്
എന്താ പറയുക റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ തൊടരുത് എന്നാണ് പ്രത്യേകം പറയുന്നത്, അൺടച്ച്ഡ്. ഇനി 30 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഗ്ലൂ സൊല്യൂഷനിലേക്ക് നമ്മൾ ഇഷ്ടമുള്ള കളർ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവർ പറയുന്നത് ആ ഒരു സ്പാച്ചുല ഫുള്ളായിട്ട് എടുക്കാനാണ്. പക്ഷെ ആ സ്പാച്ചുല അതിൻ്റെ ഉള്ളിൽ കൊള്ളില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വളരെ സാഹസികമായിട്ട് ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ആ കളർ അതിലേക്ക് ആക്കി അതിന് ശേഷം നമ്മൾ അത് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്യാനാണ് അവർ പറയണത്. ഒരു 30 സെക്കൻഡ് നല്ല ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അതിന് ശേഷം നമ്മുടെ ഗ്ലൂ സൊല്യൂഷൻ റെഡിയായി, കളേർഡ് ഗ്ലൂ സൊല്യൂഷനും റെഡിയായി. ഇനി നമ്മൾ നമ്മുടെ സ്ലൈം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഒരു പിപ്പറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ 8 മില്ലിയാണ് അതിൽ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞേക്കുന്നത് ഈ ബൊറാക്സ് സൊല്യൂഷൻ. അപ്പോൾ ഇതിൽ 3 മില്ലിയുടെ പിപ്പറ്റാണ്. അപ്പോൾ നമ്മൾ 2 മില്ലി വെച്ചിട്ട് ഇത് വളരെ സാഹസികമായിട്ട് തന്നെ ഒരു 8 മില്ലി ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അത് നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കേട്ടോ. ഒഴിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു അത്ഭുതം കാണാൻ പോണത്. അത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്ലൈം ആവണത് കാണാം. ഇപ്പം തന്നെ ആ സ്പൂണിൽ അത് ഒട്ടിപ്പിടിച്ച് തുടങ്ങിയിട്ടാ. അതാ എന്താ പറയുക ബൗളിൻ്റെ അടുത്തു നിന്നൊക്കെ വിട്ടിട്ട് ആ സ്പൂണിൽ അത് കട്ടയായി പിടിച്ചു. ഇത്രയ്ക്കും ഒരു അത്ഭുതം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ സ്ലൈം എന്ന് പറയുന്ന ഒരു സംഭവം ഇത്ര സൂപ്പറാണെന്ന് അറിയില്ല. നമ്മുടെ ബൊറാക്സ് യൂസ് ചെയ്താൽ നമുക്ക് ഇത് കഷ്ടപ്പെട്ട് കുറേ നേരം ഇളക്കൊന്നും വേണ്ട, ഈസി ആയിട്ട് നമ്മുടെ സ്ലൈം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി എല്ലാവരും സ്ലൈം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ബൊറാക്സ് യൂസ് ചെയ്ത് തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ തന്നെ ഞാൻ നന്നായി ഇളക്കുന്നുണ്ട്. അവരൊരു 2 മിനിറ്റ് ഇളക്കാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ 2 മിനിറ്റ് നമുക്ക് ഇളക്കേണ്ടി വന്നില്ല. ഒരു 10 സെക്കൻഡ് നമുക്ക് വേണമെങ്കിൽ, മാക്സിമം 10 സെക്കൻഡ്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്ലൈം നമുക്ക് റെഡി ആയിട്ടുണ്ട്. എന്നാലും ഞാൻ നല്ലോണം ഇളക്കി ആ സൈഡിലത്തെയൊക്കെ എനിക്ക് കിട്ടണമെന്ന് വെച്ചിട്ട്. പക്ഷെ അത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി. കണ്ടപ്പോൾ നമ്മുടെ സ്ലൈം ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്ലൈം ഉണ്ടാക്കണം അത്രയും ആഗ്രഹമുള്ളവർ നമുക്ക് ഇങ്ങനത്തെ സ്ലൈമിൻ്റെ ഇത് മേടിക്കാം. അപ്പോൾ സ്ലൈം ലാബ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് മേക്ക് യുവർ ഓൺ ഫാന്റാസ്റ്റിക് യക്കി സ്ലൈം, മിക്സ് ആൻഡ് മേക്ക് സില്ലി സ്ലൈമി ഫൺ. അപ്പോൾ ഇത് 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് അവർ റെക്കമെൻഡ് ചെയ്യണത്. നമുക്ക് അത്രയും വയസ്സായിട്ടുള്ളവരില്ലേ നമ്മളിതൊക്കെ ഉണ്ടാക്കുള്ളൂ. പിന്നെന്താ ഈസിയാണ്. നമ്മൾ മറ്റേ സ്ലൈമൊക്കെ ചെയ്ത പോലെ കുറേ ഇളക്കി കഷ്ടപ്പെടുന്നു വേണ്ട. നല്ലോണം സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. കയ്യിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പണ്ടത്തെ ആ ഫോമിൽ തന്നെ വരും. അടിപൊളി സ്ലൈമാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ വില 245 റുപ്പീസാണ്. അപ്പോൾ സാധാരണ നമ്മുടെ സ്ലൈം മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയില്ല, 45 റുപ്പീസുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ലൈം ഇവിടെ റെഡി ആയിക്കാണ്. നിങ്ങൾ കണ്ടില്ലേ? എനിക്ക് പറയാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മുടെ സ്ലൈം ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് റെഡി ആയിക്കാണ്. ഇതാണ് നമ്മുടെ സ്ലൈം. അപ്പൊ അടിപൊളിയായിട്ട് നമ്മുടെ സ്ലൈം. നമ്മുടെ ഫസ്റ്റ് ടൈമാണ് നമ്മൾക്ക് സ്ലൈം ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മളപ്പോ ഹോം മെയ്ഡ് സ്ലൈം ഉണ്ടാക്കിയേക്കാണ്. അപ്പൊ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ബൊറാക്സ് ആണ് ഇത് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ ബൊറാക്സ് സൊല്യൂഷന്റെ ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത്. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ഇത് ഈ ബൊറാക്സ് സൊല്യൂഷൻ ഈ ഗ്ലൂവിൽ ഒഴിച്ച വഴിക്ക് തന്നെ, അത് ഇളക്കണ വഴിക്ക് തന്നെ അത് ആയിട്ടാ. എനിക്ക് അധികം നേരം ഇവര് ഒരു 2 മിനിറ്റ്സ് അത് ഇളക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് അത്രയും ഇളക്കേണ്ടി വന്നില്ല. ആക്കിയ വഴിക്ക് തന്നെ ആ സ്പൂണിൽ ഇത് ഫുള്ള്, ആ സ്പാച്ചുലയിൽ ഫുള്ള് ഇത് എന്താ പറയാ ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. അടിപൊളി സ്ലൈം ട്ടാ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ലാസ്റ്റ് ടൈം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സ്ലൈം. ഇത് അതിന്റെ വലിയ ബോട്ടിലാണ്. അപ്പൊ ഇത് ഒരു 45 റുപ്പീസാണ് ഇതിന്റെ വില. അപ്പൊ 45 റുപ്പീസാണ് ആ സ്ലൈമിന്റെ വില. അതെ, ലാസ്റ്റ് ടൈം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്താ ഏകദേശം ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. സൂപ്പർ സ്ലൈമാണ്. ഇത് നമ്മൾ മേടിച്ച സ്ലൈമാണ്. അയ്യോ, പിടിച്ചിട്ട് കയ്യിൽ നിൽക്കണില്ല. കണ്ടില്ലേ? ഓക്കെ, എന്താ മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഈ സ്ലൈമിന്റെ അവസ്ഥ. ഇതൊന്നും കൂടി എന്താ പറയാ അവരുണ്ടാക്കുന്നത് കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ സ്ലൈം ഇതേ ഇതില് ഇങ്ങനതാണോ പാട്ടാ. കൈ ആകെ നനഞ്ഞെന്ന് തോന്നും, പക്ഷെ കൈ നനഞ്ഞിട്ടില്ല. കണ്ട ഇല്ല, കൈ ആകെ നനഞ്ഞു തോന്നും, പക്ഷെ നനഞ്ഞിട്ടില്ല. അപ്പൊ അതുപോലത്തെ സ്ലൈമിനെയാണ് നമ്മൾ ഉണ്ടാക്കിയപ്പോഴെന്തേ നമ്മുടെ സ്ലൈം നോക്കിയേ. നമ്മുടെ സ്ലൈം ഒന്നും കൂടി വ്യത്യാസമുണ്ട്. കണ്ട ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല കയ്യില്. കണ്ട തീരെ ഒട്ടണില്ല കയ്യില്.
അതുപോലെ ഇങ്ങനെ ഒഴുകണില്ല, അതെന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും എന്തെങ്കിലും കണ്ടന്റ്. പക്ഷെ ബൊറാക്സ് സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്ലൈം ആക്ടിവേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ബൊറാക്സ് സൊല്യൂഷൻ ആണ്, ബൊറാക്സ് ആണ്, ബൊറാക്സ് പൗഡർ. അതാ സൂപ്പറായില്ലേ? അപ്പൊ നമ്മുടെ ഈ സ്ലൈം വീഡിയോ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ എന്താ പറയാ, ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം. നമ്മൾക്ക് അങ്ങനെ എന്താ പറയാ സ്ലൈമിന്റെ ഇത് സക്സസ് ആവുമെന്ന് ഞാനൊട്ടും അത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാനിത് എവിടെ പോയാലും അന്വേഷിക്കാറുണ്ട്. കെമിക്കൽ ഷോപ്പിൽ പോയി അന്വേഷിച്ചിട്ടുണ്ട്, മെഡിക്കൽ ഷോപ്പിൽ അന്വേഷിച്ചിട്ടുണ്ട്, സോപ്പ് ഉണ്ടാക്കുന്ന ഷോപ്പിൽ അന്വേഷിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും കിട്ടിയില്ല. അവസാനം നമ്മൾ പറയില്ലേ, അന്വേഷിക്കുകയും കണ്ടെത്തൂ, അല്ലെങ്കിൽ മുട്ടുവിൻ തുറക്കപ്പെടും. അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് നമ്മളെന്താ പറയല്, എന്താ പൗലോ കൊയിലോ ഒരാളില്ലേ, പൗലോ കൊയിലോ അങ്ങനെയാണ് തോന്നുന്നുണ്ട് പേര്. അങ്ങനെ ഒരാളുണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഭയങ്കര വലിയൊരാളാണ്. അപ്പോൾ നമ്മുടെ പ്രിയ വാര്യർ പറഞ്ഞിട്ടുണ്ട് ഒരു വട്ടം, ആളുടെ ഒരു ഇന്റർവ്യൂലൊക്കെ ആള് പറയാറുണ്ട്, എന്ന് വെച്ചാ നമ്മള് ആള് പറഞ്ഞ ആളാട്ടെ, പൗലോ കൊയില് എന്തോ തോന്നുന്നുണ്ട് പേരെനിക്ക് ഓർമ്മയില്ല, ഞാൻ അതിന്റെ അടിയിലാണെങ്കിൽ എഴുതി കാണിക്കാം. ആ ആള് പറഞ്ഞിട്ടുണ്ട്, നമ്മള് ഒരു കാര്യം നമുക്ക് നേടണമെന്ന് നമ്മള് അത്രയും ഉറച്ചു വിശ്വസിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ ഈ ലോകം തന്നെ നമുക്ക് അതിനു വേണ്ടി നമ്മളെ കൂടെ നിൽക്കുന്നാണ് പറയുന്നത്. അതൊരു സത്യമാണ്. എനിക്ക് ഈ സ്ലൈമിന്റെ കാര്യത്തിൽ അത് വളരെ സത്യമായി. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇതേപോലെ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, നമ്മൾ അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്കത് ചെയ്യാൻ പറ്റും. ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല, എന്നാലും എന്റെ മനസ്സിലുണ്ട് എന്തെങ്കിലും എനിക്കിത് കിട്ടണം, കിട്ടില്ല ഞാൻ ഓൺലൈനായിട്ടെങ്കിലും മേടിക്കാന്നുള്ളതിലായിരുന്നു. പക്ഷെ സ്ലൈം ആക്ടിവിറ്റിക്ക് വില കൂടുതലാണ്. ഇതിപ്പോ സ്ലൈം ഉണ്ടാക്കിയപ്പോ വില അത്രയും, എന്നാലും ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാശ് ചെലവാക്കിയിട്ട് സംഭവം ചെയ്തത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ഇതേപോലത്തെ സ്ലൈം വീഡിയോസ് ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ 5 minute ക്രാഫ്റ്റ്സില് നമ്മുടെ സ്ലൈം ഹാക്സ് നമ്മൾ ഒരിക്കൽ കൂടി ഈ ബൊറാക്സ് വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. അപ്പൊ നെക്സ്റ്റ് ടൈം ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. പിന്നെ എന്റെ ശബ്ദത്തിന് ചെറിയൊരു എടർച്ച വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് സ്വീറ്റ് ആവാത്തത്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആകുമ്പോഴേക്കും അടിപൊളി സൗണ്ട് ആയിട്ട് വരും. അപ്പൊ ടേക്ക് കെയർ.